ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ ആ ഒരു നൈറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയം ഏഞ്ചൽസിന് എന്ത് മെസ്സേജാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തരാനുള്ളത് എന്ന് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 കാർഡ്സ് എടുക്കുന്നുള്ളൂ. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് ആണ് വന്നത്. ഓക്കെ, വെഡ്ഡിങ്, ട്രൂ ലവ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള 3 കാർഡ്സും വളരെ 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 പോസിറ്റീവായിട്ടുള്ള എനർജീസാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അന്ന് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ടാണ് നമ്മളിലേക്ക് ഒരു യാഥാർത്ഥ്യമായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം വേണം എന്ന് നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ചിലർക്ക് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. ചില സമയത്ത് പോസിറ്റീവ്, ചില സമയത്ത് നെഗറ്റീവ്, ആകെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. അത് പലപ്പോഴും നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ നടക്കുന്നതിലേക്ക് ഒരു തടസ്സമായിട്ട് തീരും. കാരണം നമുക്ക് തന്നെ സെൽഫ് ഡൗട്ടാണ്, വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഉറച്ചൊരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം അത്യാവശ്യമാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് എനർജിയാണ്. ദ സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. നിങ്ങളിൽ ആർക്കൊക്കെയോ സ്ട്രോങ് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് പോകുന്നു. മാരേജ് പോലെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി അതുപോലെ ട്രൂ ലവ് ആണ് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഈ ഒരു ജീവിതകാലത്തെ യഥാർത്ഥ ആ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു കാര്യം കൂടി യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിലേഷൻഷിപ്പ് നമ്മളോടൊപ്പം വേണം. കറൻറ്റ്ലി അതിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മളോടൊപ്പം വേണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടാകുന്നത് കുറച്ച് വ്യക്തികൾക്കായിരിക്കും. കാരണം ഒന്നെന്ന് പറയുന്നത് അതിനുള്ള അർഹത അവർക്കുണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണ് ആ ഒരു ട്രസ്റ്റ് അവർക്കുണ്ടാകുന്നത്. രണ്ട്, അവർ യൂണിവേഴ്സിനെ വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കാം. മൂന്നാമതായിട്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ വളരെ ജെനുവിനായിട്ട് നിന്നിട്ടുള്ള വ്യക്തികൾ, മറ്റാരെയും വേദനിപ്പിക്കാതെ അവർക്ക് അവകാശമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യമുള്ള വ്യക്തികളും കൂടി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് തന്നെ വളരെ അധികം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ പോകുന്ന റിലേഷൻഷിപ്പിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു ട്രൂ ലവ് കടന്നു വരും എന്നുള്ളത് തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കിയിട്ട് ഇവരുടെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് പോവാം. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹെർമിറ്റ്, ടവർ ആൻഡ് പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ വളരെയധികം ഒരു ഇമോഷണൽ വിഡ്രോവൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തകർച്ചകൾ നേരിട്ടിട്ടുണ്ടാവാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിലേഷൻഷിപ്പിനകത്ത് ട്വിസ്റ്റ് സംഭവിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിയുന്ന ഒരവസ്ഥ. അതേ തുടർന്ന് രണ്ടുപേരും ഡിറ്റാച്ചായിട്ട് പോകുന്നൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ കറൻറ്റ്ലി ആ ഒരവസ്ഥയ്ക്ക് പതിയെ ഒരു മാറ്റം, വലിയൊരു പ്രോഗ്രസ് അല്ല, ഒരു ഗ്രാജ്വൽ ചേഞ്ച് ചിലപ്പോൾ സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു തകർച്ചയിൽ നിന്നുള്ള ഒരു ഉയർത്തെണീപ്പ് എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാതെ വിഡ്രോ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പതിയെ വീണ്ടും ഒരു കണക്ഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ ചിലവർക്ക് ആ ഒരു വ്യക്തി ആ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയം ഉണ്ടാകുന്നത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പതിയെ ആ ഒരു ഇപ്പോൾ ദേഷ്യമാവാം, അല്ലെങ്കിൽ സങ്കടമായിരിക്കാം, വളരെയധികം ഒരു നിരാശയിലിരുന്ന ഒരവസ്ഥയായിരിക്കും. അവിടെ നിന്നൊക്കെ പതിയെ ഒരു മാറ്റം, ഒരു സന്തോഷം, ആ ഒരു കാര്യമൊക്കെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങുന്ന ഒരവസ്ഥയാണ് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ഒരു വലിയൊരു കൊടുങ്കാറ്റ് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി അതിൽ നിന്നുള്ള ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം കടന്നു വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചില തകർച്ചകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾക്കൊരു ലെസൺ ആയിട്ടാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സ്വയം ഒരു സെൽഫ് റിഫ്ലക്ഷനൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പിരിച്വലി കുറച്ച് കണക്റ്റ് ആവാൻ സാധിക്കുന്നതൊക്കെ അങ്ങനെയുള്ളൊരു സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, ട്വിസ്റ്റ്, ഇതുപോലെ തകർച്ചകളൊക്കെ കടന്നു വരാറുണ്ട്. അപ്പം ഈ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി നോക്കാം ഇവരുടെ ഒരു നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു നൈറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളത്. ദ എംബറർ, ദ എംബ്രസ്, ജസ്റ്റിസ്, ഏസ് ഓഫ് സോഡ്സ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്, ദ ഫൂൾ, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്റ്റാർ, സിക്സ് ഓഫ് വാൻഡ്സ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ഒരു ആത്മാർത്ഥതയുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു എംബ്രർ ആൻഡ് എംബ്രസ് എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിറ്റുവേഷനിൽ തകർച്ച കാര്യങ്ങളൊക്കെ കണ്ടതാണ്. വീണ്ടും ആ ഒരു തകർച്ചയിൽ നിന്ന് പതിയെയുള്ള ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ആ ഒരു തകർന്നു പോയെടുത്തുനിന്ന് വീണ്ടും മുട്ടിട്ട് വരിക എന്ന് പറയില്ല, എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണെന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു പേഴ്സണ് സ്റ്റിൽ ഫീൽ ചെയ്യുന്നത് ആ ഒരു DFDM എനർജീസാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ആംഗിളെ കുറിച്ചൊക്കെ ചിന്തിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവരോട് ചേർക്കാനായിട്ട് ഏറ്റവും യോജിച്ചത് നിങ്ങളാണ്. നിങ്ങളോടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലരുടെയും ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് മുൻപാണെന്നുണ്ടെങ്കിലും ഒരുപാട് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുള്ളവരുണ്ടാവാം. ചിലർക്ക് അതിന് ശേഷം വേറെ ആരെങ്കിലും ലൈഫിൽ കടന്നു വന്നു എന്ന് വരാം. പക്ഷേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിലായിരിക്കും നമ്മളവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനായിരിക്കും ഒന്നിനും ഇല്ലാത്തൊരു ഇമ്പോർട്ടൻസ് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ആയിരിക്കും ഒരു പ്രത്യേകത നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വേറെ ആര് വന്നാലും പോയാലും അതിനോടൊപ്പം എത്തില്ല എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ കാണുന്നത്. മാത്രമല്ല ഇവിടെ വളരെ
സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ തന്നെ വെറുതെ എങ്ങനെയെങ്കിലും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ സൈലൻസ് ആണെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് മാത്രമല്ല, ചില സത്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനും, ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചില കേസസിലൊക്കെ നമുക്ക് കാണാം, ഒരു പേടി കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമോ എന്നുള്ളത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈഗോ പ്രോബ്ലം ഉള്ളത് കൊണ്ടൊക്കെ പലതും മറച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ വെട്ടിത്തുറന്ന് പറയണം. അല്ലെങ്കിൽ പരസ്പരം ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുള്ളതായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവിടെ അവരുടെ ഇമോഷൻസ് സിൻസിയർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള സത്യം തുറന്ന് പറയാനായിട്ട് ആ ഒരു പേഴ്സൺ റെഡിയാണ്. ഒരു ഒളി മറ കാര്യങ്ങളായിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഒരുപാട് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ഒരു തകർച്ച കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ പ്രതിസന്ധികൾ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു പേഴ്സൺ അത് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അത് വീണ്ടും കുത്തിപ്പൊക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ ഫോർഗീവ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങളോട് അത്രയും ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മളെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല ദേഷ്യം, നിരാശ, അങ്ങനെ പല വികാരങ്ങളും വന്നെന്ന് വരാം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മളൊന്ന് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ പറഞ്ഞ വ്യക്തി നമ്മളുടെ ആരാണ്? അവരെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞതുപോലെ ഇവര് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ടാവാം. മോശപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. പക്ഷേ അതിനി വേണ്ട. അത് കഴിഞ്ഞു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇവിടെ നമുക്ക് കാണാം. ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം ഇൻവോൾവ് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ്. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തകർച്ച അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ, ആ ഒരു ഐസൊലേറ്റഡ് ഫീലിങ്ങിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെയല്ല ഇതിനകത്ത് ആ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം, സന്തോഷം വേണം, ഹാപ്പിനെസ് വേണം എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം. ഒരു സ്ട്രോങ് റീയൂണിയൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഈ വ്യക്തി. ഇപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി പോലെ കണ്ട് അത്രയും വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു കണക്ഷനായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ വളരെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാൻ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു എനർജി, എന്തൂസിയാസം എല്ലാം ഈ ഒരു പേഴ്സണ് കാണാം. അത്രയും ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ കേവലം ഒരു അട്രാക്ഷൻ മാത്രമല്ല, പല എനർജീസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ട്. വളരെയധികം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഹൈഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിന് ആൻസർ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ റെഡിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഓപ്പൺ മൈൻഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ്. വളരെ സ്ട്രോങ് ആണ് ഈ വ്യക്തി. അത് നമുക്കിവിടെ എടുത്ത് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ ഒരു ഉറച്ച ചിന്താഗതിയുള്ള ഒരു പേഴ്സണാണ്. ഇനി അതുപോലെ നമ്മൾ ചില റീഡിങ്സിലൊക്കെ കാണുന്നതാണ് റിലേഷൻഷിപ്പ് വളരെ ഹൈഡായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ നമ്മൾ പല റീഡിങ്ങിനകത്തും വരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആണ്, ഡിറ്റർമിൻഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പബ്ലിക് അഡ്മിറേഷൻ കിട്ടാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരോടും കൂടി വെളിപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇനി ഈ പറഞ്ഞതുപോലെ മാരേജ് ചെയ്യാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ്, ഒരു മാരേജ് പോലും റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതായത് ആരെയും ഒന്നിനും പേടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒളിക്കാനോ ഒന്നും നിൽക്കാതെ ഉള്ള ഒരു കാര്യം വെട്ടി തുറന്ന് പറയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് ഇവരുടേതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിവരുടെ ഈ ഒരു നൈറ്റ് ഫീലിങ്സ് കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കൂടിയും വളരെയധികം ഒരു ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഈ ഒരു പേഴ്സൻ്റേത്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് എല്ലാ എനർജീസും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രഹസ്യ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു പേടിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. എല്ലാ എനർജീസിലും അവരുടെ ആ ഒരു കറേജ് നമുക്ക് വളരെ വ്യക്തമാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്ന് അറിയില്ല. ആരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തൊരു വ്യക്തിയാണ്. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു വ്യക്തി എടുത്തിട്ടുള്ളതെന്ന് നമുക്കിവിടെ പറയാം. നമ്മൾ ആദ്യമേ തന്നെ ഏഞ്ചൽസിൻ്റെ ഒരു
മെസ്സേജ് നോക്കിയാണ്. അപ്പോൾ അവിടെ കണ്ടതുപോലെയുള്ള എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തും വന്നിട്ടുള്ളത്. അതായത് അത്രയും സ്ട്രോങ് ആൻഡ് ഡിറ്റർമിൻഡ് ആണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റെസനേറ്റ് ആവും. നമ്മൾ അധികം കാർഡ്സ് എടുക്കുന്നില്ല. ഓക്കെ, ലിബ്ര സോഡിയാക് സൈൻ, കോട്ടയം, കാസർഗോഡ്, വിർഗോ സോഡിയാക് സൈൻ, ലെറ്റർ എസ്, നമ്പർ 1 പത്തനംതിട്ട, കൊല്ലം, പൂരാടം, രേവതി, സ്കോർപിയോ, ക്യാൻസർ, അശ്വതി, ലെറ്റർ എച്ച്, ലെറ്റർ ആർ, നമ്പർ 24, ലെറ്റർ എം, പുണർദം നക്ഷത്രം. നമുക്ക് ഈ പ്രാവശ്യം നമ്പേഴ്സ് കുറവായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് സമയമായിട്ടുള്ളവരാണ്. ഒരു തകർച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയരാൻ പോകുന്ന വ്യക്തികളുടെ എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലിയേഷൻ ആയിട്ട് അതിനായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.